എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലേക്ക് ആണല്ലോ താങ്കൾ കൂടുതൽ പോകുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള അമ്പലങ്ങളിലേക്ക് കൂടുതൽ പോകാത്തതെന്ന് ചോദിച്ചു. അതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നേരത്തെ എനിക്ക് ഓർമ്മയില്ല. വീണ്ടും ഇങ്ങനെ ചോദ്യം വീണ്ടും വന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി, എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഒന്നുകൂടി ഞാൻ അതിനെപ്പറ്റി പറയാം. സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത് കൂടുതലും. കേരളം നമ്മൾ അറിയാം, പരശുരാമൻ പിന്നീട് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ തന്ത്രശാസ്ത്രം വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഓരോ കല്ലിലേക്ക് ചൈതന്യം കയറ്റി പ്രതിഷ്ഠ ചെയ്തിട്ട് മന്ത്ര ഉച്ചാരണങ്ങളിലൂടെയാണ് അതിന് പവർ കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായ പൂജകളും കാര്യങ്ങളും ചെയ്യുന്ന അമ്പലങ്ങളിൽ നല്ല ചൈതന്യം ഉണ്ടാവും. പക്ഷേ പൂജകളും കാര്യങ്ങളും മുടങ്ങുകയും അത് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ചൈതന്യക്കുറവും അവിടെ പോസിറ്റീവ് എനർജിക്ക് വരെ നെഗറ്റീവ് എനർജിയൊക്കെ വന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ചെന്നാൽ, മഹാക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അനുഭവം, ഞാൻ കാലങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ യാത്രകളിൽ ഞാൻ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. എൻ്റെ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിലും അമ്പലങ്ങളിൽ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതുപോലുള്ള മാസത്തിൽ മാസമല്ല, ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. ഇതുപോലെ തഞ്ചാവൂർ, കുംഭകോണം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. വണ്ടിക്ക് പോകാൻ പറ്റുന്ന ഓടിയെത്താവുന്ന ദൂരങ്ങളിലേക്ക് പോകും. തിരുപ്പതി, കാളഹസ്തി, അങ്ങനെ അതുപോലെ കൊല്ലൂർ, മൂകാംബിക വരെയും കർണാടക വരെയും പോകും. പിന്നെ ഇങ്ങോട്ടേക്കും പോകും. അപ്പോൾ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ ആ യാത്രയുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഒരു മാസത്തിൽ 2 യാത്രയൊക്കെ വെച്ച് 3 യാത്രയൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. 2 യാത്ര മിനിമം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾ 18 സിദ്ധന്മാരെ പറ്റി കേട്ടിട്ടുണ്ടാവും. 18 സിദ്ധന്മാർ, അഗസ്ത്യർ, ഭോഗർ, പുലിപ്പാണി, പിന്നെ നമ്മുടെ കോക്കർ, അതേപോലെ പതഞ്ജലി മഹർഷി, പാമ്പാട്ടി ചിത്തർ, രാമദേവർ, തിരുമൂലർ, ഇടക്കാട്ടർ, അങ്ങനെ 18 പേരുണ്ട്. എല്ലാവരും പേര് എനിക്കറിയാം, പെട്ടെന്ന് പറയാൻ കിട്ടില്ല. അപ്പോൾ ഈ ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ 18 സിദ്ധന്മാർ അവരുടെ സമാധി അല്ലെങ്കിൽ ജീവസമാധി ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം മഹാക്ഷേത്രങ്ങളാണ് ആയിരിക്കുന്നത്. കാരണം ആ അമ്പലത്തിലെ ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സമാധിയായിട്ടുള്ള ഇവരുടെ ചൈതന്യമാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ അമ്പലത്തിൽ അത്രയും പവറുള്ളത്. ഇപ്പോൾ ഭോഗര മഹർഷി, അദ്ദേഹത്തിൻ്റെ സമാധി പഴനി അമ്പലത്തിലാണ്. കാലങ്ങളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അത് അവിടുത്തെ ചൈതന്യം ഇരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവസമാധി ആയതുകൊണ്ടാണ് അത്രയും പവർ ആ മലയിലുള്ളതെന്നുള്ളത്. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ 18 സിദ്ധന്മാരെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കി. പിന്നെ അവർ ഓരോ സിദ്ധന്മാരും എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഓരോ ആളുകളുടെ സമാധി സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ തമിഴ്നാട് അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. പിന്നെ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളതായ ആ അമ്പലത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി. ഇപ്പോൾ തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു അതെങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത്. ഇന്നും അതിൻ്റെ ടെക്നോളജി എന്താണെന്നുള്ളത് ഇവിടെ പുതിയ എത്രയും മോഡേൺ എഞ്ചിനീയർമാരുണ്ട്, അറിയില്ല എങ്ങനെയാണ് അത് നിർമ്മിച്ചേക്കുന്നത്. അത്രയും വലിയ സാധനം അതിൻ്റെ മുകളിൽ, ഗോപുരത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒറ്റക്കല്ലിലുള്ള സാധനം കയറ്റി വെച്ചിരിക്കുന്നത് ടെക്നോളജി ഇന്നും അച്ഛനാണെന്നാണ് പറഞ്ഞേക്കണം. കാരണം ഇവിടെ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒക്കെ അന്നത്തെ കാലഘട്ടങ്ങളിൽ അതിനെപ്പറ്റി ഒരു പ്രതിമ, ഇപ്പോൾ നമുക്കൊരു പ്രതിമ ചെന്ന് അവിടെ ഒരു പുറത്തിരിക്കുന്ന ഒരു സ്റ്റാച്യുകൾ ഇഷ്ടംപോലെ പ്രതിമകളുണ്ടാവും. നമ്മൾ സാധാരണ നേരെ ഓടിക്കയറി നമ്മൾ ശ്രീകോലി കയറി തൊഴുത് മടങ്ങുന്നതാണ് സാധനം പതിവ്. പക്ഷെ ഞാനങ്ങനെയല്ല. ഞാൻ അവിടെ ചെന്നാൽ ഓരോ സമയമുണ്ടെങ്കിൽ ഓരോ പ്രതിമനെയും നോക്കി അതിൻ്റെ ആ ഒരു ഷേപ്പ്, അതിൻ്റെ എനർജി, വൈബ്രേഷൻ എല്ലാം നോക്കിയിട്ടാണ് സാധാരണ പോവുക. പക്ഷേ നമ്മളിങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അത് നിൽക്കാനുള്ള സമയം കിട്ടില്ല. കാരണം കൂടുതലുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് ഓടും. അപ്പോൾ നമ്മളിവിടെ തനിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവർ വിളിക്കും, ആവാന്നോട് വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ സിംഗിളായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇതൊക്കെ ആസ്വദിച്ച് അതിൻ്റെ എനർജി അറിഞ്ഞ് അവിടെ ഇരുന്ന് ഓരോന്നിൻ്റെ ആ പവറുള്ള സ്ഥലത്തിരുന്ന് നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്ത് അതിൻ്റെ പവർ മനസ്സിലാക്കി അങ്ങനെയാണ് പോകാൻ സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയമെടുത്ത് പയ്യെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ
ഓരോ സ്ഥലങ്ങളിലും. ഇപ്പോൾ ചെറിയ ചെറിയ ഓരോരോ കോവിലുകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും, വലിയ മഹാക്ഷേത്രങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ പോയേക്കണേൽ ഒരു തിരുവാരൂർ ക്ഷേത്രമുണ്ട്. തിരുവാരൂരിൽ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രമാണ് തിരുവാരൂർ. അതായത് നമ്മുടെ നാഗപട്ടണത്തിനടുത്തായിട്ട്. അതിൻ്റെ അടുത്തൊരു മുരുകക്ഷേത്രമുണ്ട്, സിക്കൽ എന്ന് പറഞ്ഞൊരു മുരുകക്ഷേത്രമുണ്ട്. അപ്പോൾ പോണ പോക്കിൽ അത് രണ്ടിടത്തും കയറാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ കറങ്ങി വരാം. നമ്മുടെ ഈ തഞ്ചാവൂർ, കുംഭകോണം അങ്ങനെ കറങ്ങി വരുന്ന ഒരു ബെൽറ്റ് പോലെയുള്ള സ്ഥലമാണ്. അതിനൊരു മാപ്പ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഇവിടെ കാണുന്ന മാപ്പ്. ആ മാപ്പിലുണ്ട് എങ്ങനെയൊക്കെ പോകണം, അല്ലെങ്കിൽ എവിടെയൊക്കെ കയറിയിട്ട് അങ്ങനെ കറങ്ങി പോകാമെന്നുള്ളത്. അവിടെ നവഗ്രഹങ്ങളുടെ ക്ഷേത്രമുണ്ട്, 9 ഗ്രഹങ്ങളുടെ അമ്പലമുണ്ട്. വൈത്തീശ്വരൻ കോവിൽ, അങ്ങനെ സൂര്യനാഥ് കോവിൽ, അങ്ങനെ 9 എണ്ണമുണ്ട്. വ്യാഴത്തിൻ്റെ അമ്പലം. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ യാത്രയിൽ 2-3 അമ്പലങ്ങളിൽ ഞാൻ കയറിയത്. സൂര്യനാഥ് കോവിലും കാഞ്ചന്നൂർ ശുക്രൻ്റെ അമ്പലമാണ്. പിന്നെ വ്യാഴത്തിൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ കയറിയായിരുന്നു. പിന്നെ വൈത്തീശ്വരൻ കോവിൽ ചൊവ്വ, അവിടെ കയറിയായിരുന്നു. 4 അമ്പലത്തിൽ ഞങ്ങൾ കയറിയായിരുന്നു. അപ്പോൾ അത് ഒന്നായിട്ട് തന്നെ നമ്മൾ 9 എണ്ണത്തിന് ദർശനം നടത്തുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയും. അങ്ങനെ അവിടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി പ്യൂറാവും. നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിൽ അത് വളരെ റിലീസ് ചെയ്ത് പ്യൂർ ഫോമിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അത് അവിടെ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയാലും ഒരു 2 ആഴ്ച നിങ്ങൾക്ക് ആ എനർജി ഹോൾഡ് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ഒരു 2 ആഴ്ച ഉറപ്പായിട്ടും ആ എനർജി തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഇവിടെയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ അത് പോയി വന്നിട്ട് ചിലപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവില്ല. ഇവിടുത്തെ അമ്പലങ്ങളെ ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ അത് അത്രയും ഹൈ ആണ്. അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയണതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്ന, എന്നെ ശ്രമിക്കുന്ന ആളുകൾ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കറിയാം അവിടെ ചെന്നാൽ എന്താ ഉണ്ടാവുക, നമുക്ക് എന്താണ് നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആകുന്നു, നമ്മുടെ എനർജി എത്രത്തോളം ക്ലിയർ ആവുന്നു എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോകാത്ത ആൾക്കാർ പോവുക, സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോവുക. തമിഴ്നാട്ടിലെ അമ്പലങ്ങളോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാസാണിയമ്മനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബന്നാരിയമ്മൻ എന്നൊരു ക്ഷേത്രമുണ്ട്. ബന്നാരിയമ്മൻ നമ്മുടെ സത്യമംഗലം ഫോറസ്റ്റിൻ്റെ അവിടെയായിട്ട് വരും. സത്യമംഗലം മറ്റേ നമ്മുടെ വീരപ്പൻ്റെയൊക്കെ സ്ഥലം. അവിടെ ബന്നാരിയമ്മൻ എന്നൊരു ക്ഷേത്രമുണ്ട്. ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് പോയേക്കണാണ്. ഒന്നുകൂടി നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ഞാനത് ചെയ്തിടാൻ ശ്രമിക്കാം. ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല. തമിഴ്നാട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മുമ്പ് വീഡിയോ പിടിക്കാനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ മൊബൈൽ പുറത്ത് തന്നെ വെപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ തെങ്കാശി പോയി. അപ്പോൾ തെങ്കാശി ചെന്ന് കഴിഞ്ഞപ്പോൾ തെങ്കാശിയിൽ അവിടെ ക്യാമറയൊക്കെ ആയിട്ട് നമ്മൾ മൊബൈലായിട്ട് ചെന്നു. അവിടെ ആ എൻട്രൻസിൽ തന്നെ അങ്ങനെ കയറുന്നവിടെ തന്നെ അവർ പറഞ്ഞ് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഈ മൊബൈലായിട്ട് നടന്ന് അവിടെ പോയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് തിരിച്ച് വന്നത്. കാരണം അവിടെ മൊബൈൽ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വില കൂടിയ മൊബൈലായതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിയേക്കണ മൊബൈൽ അവിടെ വെക്കാനൊരു പേടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് തിരിച്ച് കയറിയത്. അതുകൊണ്ട് അവിടെ ഒരു വീഡിയോയും ചെയ്യാൻ പറ്റിയില്ല തെങ്കാശി നല്ലൊരു ക്ഷേത്രമുണ്ടോ തെങ്കാശിയിലെ ശിവൻ്റെ ക്ഷേത്രം. അത് വളരെ പവർഫുള്ളാണ്. പിന്നെ തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു. ഒരു പോസിറ്റിവിറ്റിയുള്ള സ്ഥലമാണ്. അവിടുത്തെ ആളുകൾ നല്ല മനുഷ്യന്മാരാണ്. പിന്നെ കടകളിൽ കയറി കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വളരെ വിലക്കുറവാണ്. ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തു. വളരെ വിലക്കുറവാണ് സാധനങ്ങൾക്ക്. അവർ നല്ലൊരു സ്ഥലമാണ് തെങ്കാശി. അവിടെ തന്നെയാണ് നമ്മൾ ആ ഒരു മുരുകക്ഷേത്രം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മലയുടെ മുകളിലുള്ള മുരുകൻ്റെ ഒരു ക്ഷേത്രം അത് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ തെങ്കാശി അതുപോലെ തന്നെ. അപ്പോൾ അത് ഓരോ ക്ഷേത്രങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ വൈബ്രേഷനിൽ നമ്മളിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, ഒരു പരമാനന്ദം, ഒരു എന്താ പറയുക, അതെന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ മികച്ചതാണ് എന്ന് ഞാൻ അടിവരിട്ട് തന്നെ പറയും. ആർക്കെന്തെങ്കിലും പറഞ്ഞാലും അത് നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഞാനീ പറയണത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ആൾക്കാർ നമ്മുടെ വ്യൂവേഴ്സ് കുറേ പേര് തമിഴ്നാട് അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപൂർവം ചില ആൾക്കാർ ഇതുപോലെ പോകാൻ പറ്റാത്ത ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലത്തെ കാര്യം ഇവിടെ നിന്നിട്ട് അമേരിക്ക അങ്ങനെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ പോലെ കാര്യമുണ്ടോ? നമ്മൾ അമേരിക്കയിൽ പോയി നമ്മളത് കണ്ടു വന്നാലല്ലേ അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ കണ്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ എക്സ്പീരിയൻസിലാണ് കാര്യം. അപ്പോൾ സ്ഥലം കാണാൻ പോകണതല്ല അമ്പലം കാണാൻ പോകണത്, വ്യത്യാസമുണ്ട്.
അത് വേറൊരു ഫീലാണത്. അത് നമുക്ക് അനുഭവിക്കണം. വീഡിയോ കണ്ടാൽ അനുഭവിക്കാൻ പറ്റില്ല. നേരിട്ട് നമ്മളവിടെ ചെല്ലുമ്പോഴാണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പോവുക, തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പ്ലാൻ ചെയ്ത് ഓരോ ട്രിപ്പുകളായിട്ട് പോവുക. പ്രത്യേകിച്ച് പോകേണ്ടത് തിരുവണ്ണാമലയിൽ പോവുക. ഈ പഞ്ചഭൂതങ്ങളുടെ ക്ഷേത്രങ്ങൾ തിരുവണ്ണാമലയിൽ പ്രധാനമാണ്. അവിടെ പോവുക. അവിടെ മുകളിൽ രമണ മഹർഷിയുടെ ആശ്രമമൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ പോയാൽ ഗുഹയുണ്ട്. അദ്ദേഹം ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയി മെഡിറ്റേഷൻ ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ സന്ദർശിക്കണം. നന്ദി, നമസ്കാരം.